കുഞ്ഞുങ്ങളെ എഴുതിക്കോളൂ. ഓക്കെ, NH3. അടുത്തത് NF3 എഴുതിക്കേ. NF3 എഴുതിക്കേ. കുഞ്ഞുങ്ങളെ ഒരു കുറച്ച് നേരം കൂടി ഇന്ന് കൂടുതൽ എടുക്കുവേ, കാരണം ഇപ്പൊ ഇത്ര ഡിലേ വന്നോണ്ടേ. NF3യുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? N, F ഇവിടെ, ഒരു F ഇവിടെ, ഒരു F ഇവിടെ, അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്ലൂറിനാണ് ഇത് കൂടുതൽ. അപ്പൊ ഇങ്ങോട്ടേക്ക്, അതേപോലെ ഇങ്ങോട്ടേക്ക്, അതേപോലെ ഇങ്ങോട്ടേക്ക് ആണല്ലോ. ആണ്. അങ്ങനെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക്. പക്ഷെ ലോൺ പെയറിന്റെ ഒരു ഡൈപോൾ മൊമെന്റ് അത് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ട്. പക്ഷെ ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണോ? അല്ല. ഈ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് വളരെ ചെറിയ ഡൈപോൾ മൊമെന്റ്. അപ്പൊ എന്തായാലും ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന് എന്താണ്? അതിന് ഒരു എന്താ നമ്മുടെ ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ മ്യൂ നെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 0.23 ഡയോപ്റ്റർ ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ചോദിക്കാം. എന്താ? ഈ NF3ക്കും NH3ക്കും ഒരേ സ്ട്രക്ചറാണ്. പക്ഷേ ഡൈപോൾ മൊമെന്റ് ഓഫ് NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NF3നേക്കാട്ടിലും കൂടുതൽ. അതിന്റെ കാരണം എന്താന്നുള്ളതാണ്. നോക്കിക്കോളൂ. Y ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. Y ഡൈപോൾ മൊമെന്റ് of NH3 is greater than NF3 since both have same structure. രണ്ടിനും സെയിം സ്ട്രക്ചർ ആയിരുന്നിട്ട് കൂടി എന്താണ് NH3യുടെ ഡൈപോൾ മൊമെന്റ് എന്തുകൊണ്ടാണ് കൂടുതൽ എന്നുള്ളത്. അപ്പം ഇൻ കേസ് ഓഫ് ആൻസർ എഴുതേണ്ടത് in case of NH3 the orbital dipole moment എന്ന് പറയുമ്പോൾ ഏതാ? ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് ഓഫ് ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് ഓഫ് മൊമെന്റ് due to lone pair is in same direction as the resultant dipole moment of 3 NH bond. Whereas in NF3 the orbital dipole moment is in the direction orbital dipole moment of lone pair എന്ന് കൊടുക്കണേ, lone pair is in the direction opposite to the resultant dipole moment of 3 NF bond. This decreases the effect of resultant dipole moment of 3 NF bonds.
which results in low dipole moment of NF3. അടുത്തത് വേണമെങ്കിൽ നമുക്ക് നോക്കിയോ CH4 വരയ്ക്കാം. CH4 ഈ പറഞ്ഞ പോലെ തന്നെ 3 അടുപ്പ് 3 H താഴെയാണ് വരുന്നത്. H ഒരെണ്ണം മുകളിൽ കണ്ടോ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കാർബൺ ആണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ. അപ്പം ഡൈപോൾ മൊമെന്റ് ഇത് ഇങ്ങോട്ട്, ഇതിൻ്റെത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് മുകളിൽ നിന്ന് പറഞ്ഞാൽ താഴോട്ടും, ഇതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇങ്ങനെ വരും. അപ്പൊ എന്ത് വരും? നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ത് വരും? 0 വരും. അല്ല, രണ്ടും ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും. പിന്നെ 0 അല്ലേ? മൂന്ന് ഹൈഡ്രജൻ ഒരേ പവറുള്ള നെറ്റ്, അതിന്റെ മൂന്നിന്റെയും കൂടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മുകളിലോട്ട്. അല്ല, അത് നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ അത് ഒറ്റ ഇതിന്റെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? സെയിം ബോണ്ട് അല്ലേ, വേറെ ബോണ്ട് അല്ലല്ലോ, സെയിം ഇത് തന്നെ അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ വരച്ചത്. എന്താ അങ്ങനെ ചോദിക്കാൻ? ഇതുവരെ എത്ര എണ്ണം വരച്ച? ആ, അപ്പൊ അത് രണ്ടെണ്ണത്തിന്റെയും കൂടെ എഫക്റ്റീവ് വരുമ്പോ കൂടത്തില്ലേ മോനെ? അങ്ങനല്ല അത് വരുന്നത്. ഓക്കെ, നോക്കിയോ. സംശയം ചോദിക്കാന്നല്ല, നല്ല സംശയമാണ്. കാണിക്കാവോ? ആ, കാണിക്കാം. ഓക്കെ, അടുത്തത് എഴുതിക്കോളൂ. നമ്മളിപ്പം എന്താണ് അയോണിക് ക്യാരക്ടർ ഇൻ കോവാലന്റ് ബോണ്ടാണ് പഠിച്ചോണ്ടിരുന്നത്. ഇനി കോവാലന്റ് ക്യാരക്ടർ ഇൻ അയണിക് ബോണ്ട് പഠിക്കാൻ പോകും. അതും കൂടെ എഴുതിക്കുക. അതിനകത്ത് ഫജൻസ് റൂൾ പഠിക്കും, പെട്ടെന്ന് പഠിപ്പിക്കാതെ നോക്കിക്കോളൂ. കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് ബോണ്ട് കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് ബോണ്ട്. ഒരു ഡോട്ട് എഴുതുക. കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് ബോണ്ട് can be better explained with the help of Fajans rule. Fajans rule വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Fajans rule ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഓക്കെ, ഈ ഫജൻസ് റൂൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഫജൻസ് റൂൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. when electron transfer takes place between a metal and non-metal. നമുക്ക് NaCl എടുക്കാം. NaCl എടുക്കുമ്പോൾ എന്താ? Na മെറ്റലും Cl നോൺ മെറ്റലും. Na-യിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എവിടേക്ക് പോവാ? Cl ലേക്ക് പോവാ. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. When an electron transfer takes place between a metal and a non-metal, one atom എന്തായിട്ട് മാറും? One atom becomes എന്തായിട്ട് മാറും?
positively charged cation having smaller size than its parent. അതായത് ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ Na പ്ലസിന് എന്നേക്കാട്ടിലും സൈസ് കുറവായിരിക്കും. ഓക്കെ, ആൻഡ് other atom become negatively charged anion having larger size than its parent. ഇവിടത്തെ കേസിൽ എന്താ, Cl നേക്കാളും സൈസ് കൂടുതലായിരിക്കും Cl മൈനസ് എന്നർത്ഥം. ഈ കാറ്റയോണിന് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയോ, എൻഎയും Clഉം ഒരു ഇലക്ട്രോൺ, ഇവിടെ 7 ഇലക്ട്രോൺ. ഇത് വരയ്ക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് Na പ്ലസ് ബോണ്ടഡ് വിത്ത് Cl മൈനസ് ആണല്ലോ. ഇത് Na പ്ലസ് ബോണ്ടഡ് വിത്ത് Cl മൈനസ്. ഈ Na പ്ലസിന് ഈ എന്നേക്കാളും സൈസ് ചെറുതായിരിക്കും. ഇതിന് ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ ഇതിന് ഇത്രയും സൈസേ കാണത്തുള്ളൂ. ഇതിന് ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ ഇതിന് വലിയ സൈസ് ആവും. അപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവന്മാരുടെ രണ്ടുപേരുടെ ഇലക്ട്രോൺ ക്ലൗഡ്, അതായത് ക്ലോറിൻ ഇലക്ട്രോൺ ക്ലൗഡിനെ ആര് അട്രാക്ട് ചെയ്യും? ഈ സോഡിയത്തിന് വളരെ സെയിം സൈസ് കുറവല്ലേ. അപ്പൊ സോഡിയത്തിന്റെ ന്യൂക്ലിയസ് അപ്പുറത്തെ ആളുടെ ഇലക്ട്രോൺ ക്ലൗഡിനെ കൂടെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വലിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈസ് ഇങ്ങനത്തെ സ്ട്രക്ചർ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ആണല്ലോ. എന്നാൽ ശരിക്കും അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇതിനെയും കൂടി ഇങ്ങോട്ടേക്ക് വലിച്ച് ഇതിന്റെ സൈസ് ഡിസ്റ്റോർട്ട് ചെയ്ത് കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇത് Na ആവും, ഇത് Cl ആവും. ശരിക്കും ഇവര് തമ്മിൽ എന്ത് ബോണ്ടാ? അയണിക് ബോണ്ടാ, ട്രാൻസ്ഫർ ചെയ്തുണ്ടാക്കിയ ബോണ്ടാ. പക്ഷെ കണ്ടോ, ഇവിടെ ഇവന്റെ ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ ഇരിക്കേണ്ട ഇലക്ട്രോൺ ക്ലൗഡിനെ എന്ത് ചെയ്തു? ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഇത് വലിച്ചു. അതിന് രണ്ട് കാരണമുണ്ട്. തട്ടിയിരിക്കും, തന്നെ ഇങ്ങനെ ഇരിക്കും. ശരിക്കും ഇലക്ട്രോൺ ക്ലൗഡുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ടതാണ്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ലോജിക്ക് വെച്ചിട്ട്. പക്ഷെ കാറ്റയോണ് വളരെ സൈസ് കുറവാണ്. ഇപ്പൊ Na പ്ലസിന് വളരെ സൈസ് കുറവാണ് എന്നെക്കാട്ടിലും. അപ്പൊ ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുമായിട്ട് തൊട്ടടുത്ത് വരും. ആ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പുറത്തെ ഷെല്ല് ഇരിക്കുന്നത്. ആ ഷെല്ലിനെ എന്ത് ചെയ്യും? ആ ഭാഗത്തുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ തന്നെ ഇങ്ങോട്ടേക്ക് അങ്ങ് വലിക്കും. അപ്പൊ അവന്റെ ഷേപ്പ് ശരിക്കും വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആയി മാറും കേട്ടോ, വലിക്കും. അതേപോലെ ഇവന്റെ സൈസ് കൂടുകയും കൂടെ ചെയ്യുമല്ലേ, ഇവന്റെ സൈസ് കൂടുകയും കൂടെ ചെയ്യുവാണ്, ഇവന്റെ സൈസ് കുറയുകയും കൂടെ ചെയ്യുക. അപ്പൊ അത് രണ്ടും എന്താ, ഇതിന് ഗുണം ചെയ്യും. എന്തിനാ? സൈസ് ഡിസ്റ്റോർഷൻ നടക്കാൻ. അപ്പൊ അവിടെ ഷെയറിങ് നടക്കുന്നുണ്ട് ഇല്ലേ, അവന്റെ ഇലക്ട്രോൺ ക്ലൗഡിന് ഇങ്ങോട്ടേക്ക് ഷെയറിങ് നടക്കുന്നുണ്ട് പാർഷ്യലായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്യൂർലി അയണിക് അല്ല, അവിടെ എന്താണ്, കോവാലന്റ് നേച്ചർ കാണിക്കുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വെച്ചോണം. ഇത് വരയ്ക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് വരച്ച് കാണിച്ചു തന്നേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ബാക്കിയായിട്ട് എഴുതാം. ദാൻ ഇറ്റ്സ് പേരന്റ്. ബാക്കിയായിട്ട് എഴുതിക്കോ. But due to very small size of cation, its nuclear charge is more compared to its parent which have a tendency to attract the electron cloud in the outermost shell of anion, leading to distortion in spherical shape of anion.
അത് കൺസെപ്റ്റ് മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് താഴോട്ട് എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഈ കാറ്റയോൺ മറ്റേ ആളിനെ പോളറൈസ് ചെയ്യുക ചെയ്യുന്നത്. അതായത് പോളറൈസിങ് പവർ ഇവിടെ കൂടുതലാണ്. ആരാ വലിക്കുന്നത്? സോഡിയം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റയോൺ. ആരാണ് വലിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്നത്? അപ്പം വലിക്കുന്നതിന് പോളറൈസിങ് പവർ എന്നും വലിക്കപ്പെടുന്നതിന് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ എഴുതാം, അതും കൂടെ നോക്കിയോ. അത് പരീക്ഷയ്ക്കൊന്നും ചോദിക്കുന്നില്ല, എന്നാലും ഞാനങ്ങ് എഴുതാണ്. ഗ്രേറ്റർ ദ പോളറൈസിങ് പവർ, പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ greater will be the polarizability of anion. Therefore greater is the covalent nature of ionic bond. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ Na+ അയോൺ ഇരുന്നത്, ഇങ്ങനെയായിരുന്നു Cl- അയോൺ ഇരുന്നത്. ഓക്കെ, ഇവർ തമ്മിൽ ഇങ്ങനെ ബോണ്ടഡാണ്. എന്നാൽ ഈ Na+ അയോണിന്റെ സൈസ് കുറവും കൊണ്ട് ഈ Cl- അയോൺസിന്റെ സൈസിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വലിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ ഭാഗം അങ്ങ് മാഞ്ഞു പോകും. ഇങ്ങനെയുള്ള ആ ഒരു സ്പെരിക്കൽ ഷേപ്പ് അങ്ങോട്ട് മാഞ്ഞു പോകും. കണ്ടോ? ഇങ്ങനെ ഇതാണ് സംഭവം. അടുത്ത ഡോട്ട്, the ability of cation to distort an anion is known as polarizing power. And the ability of anion to undergo distortion is called its polarizability. അപ്പൊ ഇതിനകത്ത് അടുത്തൊരു ഡോട്ട് ഇട്ടിട്ട്, ഇപ്പൊ കാറ്റയോണിന്റെ സൈസ് കുറവും ആനിയോണിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കുവാണെങ്കിലാണ് ഹജൻസ് റൂൾ വെച്ചിട്ട് കൂടുതൽ ആ അയണിക് ബോണ്ടിന് കോവാലന്റ് നേച്ചർ ഉണ്ടാകുന്നത്. അപ്പം അതൊന്ന് എഴുതാം. ദ സ്മോളർ സൈസ് ഓഫ് കാറ്റയോൺ ഗ്രേറ്റർ കോവാലന്റ് നേച്ചർ ഓഫ് അയണിക് ബോണ്ട്. ശരിക്കും ഇതാ ഹജൻസ് റൂൾ, ഇതാണ് റൂള്. സ്മോളർ സൈസ് ഓഫ് കാറ്റയോൺ ഗ്രേറ്റർ വിൽ ബി ദി കോവാലന്റ് നേച്ചർ ഓഫ് അയണിക് ബോണ്ട്. ഇത് ഹജൻസ് റൂളിന്റെ ഒന്ന്. അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുമായിരിക്കും, ഈ കുറെ അയണിക് കോമ്പൗണ്ട് വന്നിട്ട് അതിനെ ഡിക്രീസിങ് ഓർഡറിലോ ഇൻക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ പറയും. അതിന്റെ എന്താണ് അയണിക് ബോണ്ടിന്റെ കോവാലന്റ് നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ. അപ്പം ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്: LiCl ഗ്രേറ്റർ ദാൻ NaCl ഗ്രേറ്റർ ദാൻ KCl ഗ്രേറ്റർ ദാൻ RbCl ഗ്രേറ്റർ ദാൻ CSCl വരെ ഉള്ളൂ. പിന്നെ ഫ്രാൻസിൽ അയോണിക് ബോണ്ട് എല്ലാം പറ്റും. നമ്മളിപ്പം ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എഴുതുന്നത്. അയണിക് കോമ്പൗണ്ട് എല്ലാം പറ്റും, മനസ്സിലായോ? കാൽസ്യം കാർബണേറ്റ് അയണിക്ക,
ഇല്ലേ? അപ്പൊ ഏത് വേണേ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം LiCl അതേപോലെ LiCl Li ലിഥിയം എന്ന് പറയുമ്പോൾ Li1+ ആയോണ്, Li1+ ആയോണ്. ഇവരുടെ ഏത് സൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ചെറിയ സൈസ് ലിഥിയം ആണ്. കാരണം ലിഥിയം അല്ല ഏറ്റവും മുകളിൽ വരുന്നത്. ലിഥിയം കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് ഗ്രൂപ്പിൽ സോഡിയം വരുന്നത്, പിന്നെ പൊട്ടാസ്യം, പിന്നെ റുബീഡിയം, ശീഷ്യം, ഫ്രാൻസിയം. അപ്പൊ സൈസ് കൂടുതൽ എപ്പോഴും എന്താ സീസിയത്തിന്. അതുകൊണ്ടാണ് അതിന്റെ എന്താണ് കോവാലന്റ്, അതിന്റെ അയണിക് ബോണ്ടിന് കോവാലന്റ് നേച്ചർ കുറവായി, ഏറ്റവും കൂടുതൽ ഇവനെ. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ടല്ല ഇത് ഇങ്ങനെ എഴുതി, ഈ ഓർഡർ അങ്ങ് എഴുതിയാൽ മതി. പരീക്ഷയ്ക്ക് ഈ ഓർഡർ ആയിരിക്കും ചോദിക്കുന്നത്. അതേപോലെ ഫജൻസിന് ഒരു റൂളും കൂടെ ഉണ്ട്. ആനിയോണിന്റെ സൈസ് കൂടുതലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ കോവാലന്റ് നേച്ചറിന്റെ ഇത് ഗ്രേറ്റർ ദാൻ. ഏറ്റവും കൂടുതൽ ഈ അയണിക് ബോണ്ടിന്റെ കോവാലന്റ് നേച്ചർ ഈ അയണിക് ബോണ്ടിന്റെ കോവാലന്റ് നേച്ചറിനെക്കാളും കൂടുതലായിരിക്കും, അതിനേക്കാളും കൂടുതലായിരിക്കും, ഇതിനേക്കാളും കൂടുതലായിരിക്കും ഇത്, ഇതിനേക്കാളും കൂടുതലായിരിക്കും ഇത്. ആറ്റോമിക് ഇവിടെ സൈസ് കുറവാണ്. ഇവിടെ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? സ്മോളർ ദ സൈസ് ഓഫ് കാറ്റയോൺ, ഗ്രേറ്റർ കോവാലന്റ് നേച്ചർ ഓഫ് അയണിക് ബോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. സൈസ് കുറവാണെങ്കിൽ അല്ലേ അപ്പുറത്തെ ന്യൂക്ലിയസുമായിട്ട് അടുത്തിരിക്കത്തുള്ളൂ, മനസ്സിലായോ? എന്നാലല്ലേ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കാറ്റയോണിന്റെ ന്യൂക്ലിയസിന് മറ്റവന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ കാറ്റയോൺ വളരെ ചെറുതായിരിക്കും, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? അല്ലേടാ, അതേണ്ട എന്നെ ഇത് സി അല്ലേ, എന്നയുടെ സൈസ് വളരെ ചെറുതാകുമ്പോൾ എന്ത് സംഭവിക്കും? ആ എന്നയുടെ ന്യൂക്ലിയസും ഇവിടത്തെ ഈ ഇലക്ട്രോൺ ക്ലൗഡും തമ്മിൽ അടുത്ത് വരും. അപ്പൊ അവനെ ഇങ്ങോട്ടേക്ക് വലിക്കും, മനസ്സിലായോ? അപ്പൊ ഇവന്റെ സൈസ് എന്തായിരിക്കണം? ഇവന്റെ സൈസ് വലുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, മനസ്സിലായി? അതാണ് രണ്ടാമത്തെ ഫജൻസിന്റെ റൂൾ പറയുന്നത്. രണ്ടാമത്തെ ഫജൻ റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: ലാർജർ ദ സൈസ് ഓഫ് ആനയോൺ, greater is the covalent nature of ionic bond. അത് വേണമെങ്കിൽ വേറൊന്നും എടുക്കാം, നോക്കിയോ. ലിഥിയം നമ്മുടെ ഇതിനെ അങ്ങ് മാറ്റാം, ആനിയോണെ അങ്ങ് മാറ്റാം. LiF നാണ് LiF ലെസ് ദാൻ, ഫ്ലൂറിനേറ്റഡ് ചെറുത്. LiF ലെസ് ദാൻ, LiCl ലെസ് ദാൻ, LiBr ലെസ് ദാൻ, Li. ഇതിനകത്ത് ഏറ്റവും സൈസ് കൂടുതൽ ആർക്കാം? ഏറ്റവും സൈസ് കൂടുതൽ അയോഡീന്, കണ്ടോ? അതുകൊണ്ടാണ് കണ്ടോ സൈസ് കൂടുതൽ അയോഡീന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവനായിരിക്കും എന്ത് കൂടുതൽ, അവന് എന്താണ് കോവാലന്റ് ക്യാരക്ടറിന് ആനിക്കോട്ട് കൂടുതൽ ഇവനായിരിക്കും. ഏറ്റവും കുറവ് വരെ ആർക്കായിരിക്കും? ലിഥിയം ഫ്ലൂറൈഡിന്. ഒരു റൂൾ കൂടെ ഉണ്ട്. ഗ്രേറ്റർ ദ ചാർജ് ഓൺ കാറ്റയോൺ, greater is the covalent character in ionic bond. എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് അയോൺസ്, ഡിഫറെന്റ് കാറ്റയോൺ വരുമല്ലോ. ഇപ്പൊ Na+നെക്കാട്ടിലും കൂടുതൽ പോളറൈസ് ചെയ്യാൻ കഴിവ് Al3+. കാരണം എന്താ? Na+ന് Na1+ ഉള്ളൂ, കാറ്റയോണിന്റെ ചാർജ് 1+. അലൂമിനിയത്തിനോ 3+. കാറ്റയോണിന്റെ ചാർജ് കൂടുതലാണെങ്കിലും പോളറൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: NaClന് ഏറ്റവും കുറവ്, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും CaCl2ന്, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും AlCl3ന്. കാരണം ഇവിടെ ചാർജ് എന്താണ്? ഇത് Na1+ ആണ്, ഇവിടെ Ca2+ ആണ്, ഇവിടെ Al3+ ആണ്. ചാർജ് കൂടുമ്പോഴും പോളറൈസ് ചെയ്യാനുള്ള കഴിവ് കൂടും, കോവാലന്റ് നേച്ചറും കൂടും. രണ്ട് കാര്യം കൂടെ എഴുതിക്കോ. കോവാലന്റ് ക്യാരക്ടർ is inversely proportional to melting point. അതായത് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ള കോമ്പൗണ്ടുകൾക്ക് അയണിക് കോമ്പൗണ്ടുകൾക്ക് കോവാലന്റ് ക്യാരക്ടർ കുറവായിരിക്കും. അങ്ങനെ അതേപോലെ തന്നെ ഒരെണ്ണം കൂടി, ഇത് 3 പഠിച്ചാൽ മതി കേട്ടോ, ഞാൻ 5 അങ്ങ് തന്നേ ഉള്ളൂ. കോവാലന്റ് ക്യാരക്ടർ is inversely proportional to solubility. കോവാലന്റ് ക്യാരക്ടർ കൂടുതലുള്ളതിന് സോലിബിലിറ്റി കുറവായിരിക്കും, കോവാലന്റ് ക്യാരക്ടർ കുറവുള്ളതിന് സോലിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്.
പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഈ പല സ്കൂളുകാരും ചോദിക്കാറുള്ളതാണ്, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഏതാ ഏതാ 1 by മെൽറ്റിംഗ് പോയിന്റും 1 by സോലുബിലിറ്റി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. വിച്ച് ഓഫ് ദ following have more melting point BeCl2, ഇത് അയോണിക് ആണ്, MgCl2. ആർക്കാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ? നമ്മളിപ്പോ റിലേഷൻ പറഞ്ഞായിരുന്നു, എന്താ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. കോവാലന്റ് ക്യാരക്ടർ കൂടണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷനാ? ചാർജ്, അതായത് കാറ്റയോൺ എന്തായിരിക്കണം? കാറ്റയോന്റെ സൈസ് ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ആനിയോന്റെ സൈസ് വലുതായിരിക്കണം, അല്ലെങ്കിൽ കാറ്റയോന്റെ മുകളിലുള്ള ചാർജ് എന്തായിരിക്കണം? പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ BeCl2ന്റെ കാറ്റയോൺ ഏതാ? Be2+. MgCl2ന്റെ കാറ്റയോൺ ഏതാ? Mg2+ തന്നെ. അപ്പൊ ചാർജ് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷെ സൈസ് വെച്ചിട്ട് പറയാം. ഇതിനകത്ത് ഏറ്റവും സൈസ് കുറവാണ് ബെർലിയത്തിന്റെ തൊട്ട് താഴെയാണ് മാഗ്നീഷ്യം വരുന്നത്. അപ്പൊ ബെർലിയത്തിന് 2 ഷെല്ലേ ഉള്ളൂ, മാഗ്നീഷ്യത്തിന് 3 ഷെല്ലുണ്ട്. അപ്പൊ സൈസ് കുറവ് ബെർലിയത്തിന്. സൈസ് കുറവുള്ള കാറ്റയോൺ ആകുമ്പോൾ എന്തായിരിക്കും? അവനായിരിക്കും കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. അവന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ അവന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? അവന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പൊ ആർക്കായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ? Mg. മനസ്സിലായോ? ഓർത്തോണം, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നോക്കി ഇങ്ങനെ എഴുതാം നമുക്ക്. Be2+ ions has smaller size than Mg2+. Therefore BeCl2 have more covalent character than MgCl2. Therefore, melting point of BeCl2 is less than MgCl2. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് MgCl2 is greater than മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എന്താണ്? BeCl2. ഇതായിരിക്കും എൻ്റെ ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ, എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ ആണ്. ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 is 0, but
3 is not 0. Why? ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തന്നില്ലേ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു തന്നില്ലേ, അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അത് ആ ടോപ്പിക്ക് പഠിപ്പിക്കുന്നതിന്റെ താഴെ തന്നെ അത് തന്നിരിക്കുന്നത്. നമുക്കറിയാം BF3 സ്ട്രക്ചർ നമ്മൾ എങ്ങനെയായിരുന്നു വരച്ചത്? BF3 BF3 കണ്ടോ, ഇങ്ങനെയാ വരച്ചത്. ഇത് ട്രൈഗോണൽ പ്ലേനാർ ഈ ഷേപ്പിന്റെ പേര്. അപ്പം ഇതിങ്ങനെ, ഇത് ഇങ്ങനെ, ഇത് ഇങ്ങനെ, ഇതിന്റെ രണ്ടിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്. അപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മ്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. പക്ഷെ NH3യുടെയോ NH3യുടെ അടുപ്പ് കൂട്ടിയ പോലെ ഇത് ട്രൈഗോണൽ പിരമിഡ് അല്ല. ഓക്കെ, ഇത് H നോക്കിയോ, ഇതിന്റെ ഇത് ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ട് പോകുന്നു, ഡൈപോൾ മൊമെന്റ് ഇത് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ലോൺ പെയർ, ഇവരുടെ നെറ്റ് ഡൈപോൾ ലോൺ പെയറിന്റെ ചെറുതായിട്ട് ഇങ്ങോട്ട്, ഇവരുടെ നെറ്റും എങ്ങനെയല്ല മുകളിലോട്ട്. അപ്പൊ ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഉണ്ട്. എത്രയാണ് നമ്മൾ നേരത്തെ എഴുതി? NH3യുടെ 1.4 സംതിങ് ആണ് NH3 1.47 dBA. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ ആയിരിക്കും, ഷേപ്പ് ആണ് അതിന്റെ കാരണം. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. പക്ഷെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നത്, അതുകൊണ്ട് ഒരു മാർക്ക് ഒക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, പടം മാത്രം വരച്ചാൽ എഴുതിക്കോ. BF3 ഹാസ് planar trigonal planar shape has trigonal planar shape. Here the resultant of any two bond dipole is equal and opposite to the third bond. So its net dipole moment is എന്താ? 0. പക്ഷേ but NH3 has pyramidal geometry. pyramidal shape എന്ന് കൊടുത്താലും മതി. pyramidal geometry. Here the bond dipole and the orbital dipole, bond dipole എന്ന് പറയുമ്പോൾ ബോണ്ടിന്റെ ഡൈപോൾ, ഓർബിറ്റൽ ഡൈപോൾ എന്ന് പറയുമ്പോൾ അറിയാം ലോൺ പെയറിന്റെ ഡൈപോളിനെയാണ് ഓർബിറ്റൽ ഡൈപോൾ എന്ന് പറയുന്നത്. ഓർബിറ്റൽ ഡൈപോൾ are in same direction. So they do not get cancelled. Do not get cancelled. Cancel each other. So they have net dipole moment.
ടോപ്പിക് കൂടെ എഴുതിക്കോ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഹെഡിങ് എഴുതിക്കോ. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഇതിനെയാണ് നമ്മൾ VSEPR തിയറി എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് സയന്റിസ്റ്റിന്റെ പേര് 4 സയന്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ചത്. ഒന്ന് സിഗ്വിച്ച് ആൻഡ് പവലും, പിന്നെ നിഹോളം എന്ന് പറയുന്നൊരു സയന്റിസ്റ്റും ഗില്ലസ്പി എന്ന് പറയുന്ന സയന്റിസ്റ്റും കണ്ടുപിടിച്ചത്. ഓക്കെ, 4 പേര്. ഓക്കെ, അപ്പം ഇത് ഒരു ഡോട്ട് എഴുതിക്കോ. ഷേപ്പ് ഓഫ് molecules can be predicted with the help of VSEPR theory. നമുക്ക് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയത്. ഷേപ്പിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ട്രൈഗോണൽ പ്ലെയിൻ എന്താണ്, ബൈ പിരമിഡിലാണ്, ട്രൈഗോണൽ പ്ലെയിനാർ ആണ്. ഇതൊക്കെ അങ്ങനെ പഠിച്ചത് ഏത് തിയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ തിയറി വന്നേ പിന്നെ മനസ്സിലായോ. അതിനൊരു ആ ഷേപ്പിന് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. മറ്റേ ഒക്ടൽ തിയറി വെച്ചിട്ട് ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു അതിന്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ എഴുതിയതാണ് അല്ലേ. ഓക്കെ, ഇനി ഇതിന്റെ പോസ്റ്റുലേറ്റ് എഴുതി. ഇതിന്റെ പോസ്റ്റുലേറ്റ് എന്ന് എഴുതി. പോസ്റ്റുലേറ്റ് എന്ന് എഴുതി. പോസ്റ്റുലേറ്റ് 2 പോസ്റ്റുലേറ്റ് തന്നിട്ട് നിർത്തിയേക്കാം. ഒന്നാമത്തേത് the shape of molecule depends upon the number of valence shell electron pair. അടുത്തത് രണ്ടാമത്തേത് the valence shell electron pair valence shell electron pair repel each other മൂന്നാമത്തേത് in order to reduce repulsion the electron pair stay at maximum distance apart. മാക്സിമം അകന്നേക്കും റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി. അത് എന്താന്നുള്ള കാര്യം ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞുതരാമേ. ഈ പോസ്റ്റുലേറ്റിന്റെ ഒക്കെ അർത്ഥം ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് ഒരുമിച്ച് അങ്ങ് പറഞ്ഞുതരാം. presence of lone pair. അടുത്തത് presence of lone pair of electrons causes distortion in expected geometry. അതേപോലെ തന്നെ the order of repulsion ലോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ ബോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷനെക്കാട്ടിലും കൂടുതലായിരിക്കും. അത് ബോൺ പെയർ തമ്മിലുള്ള റിപ്പൾഷനെക്കാട്ടിലും കൂടുതലായിരിക്കും.
അതായത് ഇപ്പം ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ലോൺ പെയർ. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ കാണും, ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൾഷൻ കാണും, പിന്നെ ഈ ബോണ്ട് പെയറും ഈ ബോണ്ട് പെയറും ഈ ബോണ്ട് പെയറും ഈ ബോണ്ട് പെയർ റിപ്പൾഷൻ കാണും. ഇതിനകത്ത് ഏത് റിപ്പൾഷനാണ് കൂടുതൽ? ഇവർ തമ്മിലുള്ള റിപ്പൾഷനാണ് കൂടുതൽ. അതിന്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യും? ചരിയും. അങ്ങനെയാണ് മറ്റേ അടുപ്പും കൂട്ടിയ പോലെ വരുന്നത്, അടുപ്പിന്റെ കാല് കൂട്ടിയ പോലെ. മനസ്സിലായോ? ശരിക്കും അത് എങ്ങനെ ഇരിക്കേണ്ടതായിരുന്നു? ഇങ്ങനെ ഇരിക്കാൻ ടീ പോലെ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് ചരിയും. ഉണ്ട്, ടി ഷേപ്പ് ഉണ്ട്. അത് ലോൺ പെയർ ഉള്ളതല്ല. ലോൺ പെയർ ഉള്ള ഷേപ്പും ജോമെട്രിയും വ്യത്യാസമാണ്. ഷേപ്പും ജോമെട്രിയും വ്യത്യാസം. അത് നമ്മളിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ പറയും ഷേപ്പ് ടി ഷേപ്പ് വരാം, ജോമെട്രി ടി ഷേപ്പ് വരത്തില്ല. അതാ പറയാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും പറഞ്ഞുതരാം. ഇതിങ്ങനെ ചരി, ഇതിങ്ങനെ ചരി, ഇതിങ്ങനെ നിൽക്കും. മറ്റേ ലോൺ പെയർ ഇങ്ങനെ മുകളിൽ കണ്ടോ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് അടുത്ത ഒരു ഇതിനകത്ത് നമുക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഒരു പോസ്റ്റുലേറ്റും കൂടെ ഉണ്ട്, ഒരു പോസ്റ്റുലേറ്റ് കൂടെ എഴുതിയിട്ട് അങ്ങ് നിർത്തിയേക്കാം. നോക്കിക്കോളൂ. Angle as the angle between electron pair increases, repulsion decreases. എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ കൂടുമ്പോഴത്തേക്കും ബോണ്ട് അകന്നു പോവല്ലേ, അപ്പൊ റിപ്പൾഷൻ കുറയും. അതാ ഉദ്ദേശിക്കുന്നത്. ഷേപ്പും ജോമെട്രിയും വ്യത്യാസമാണ്. ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ടി ഷേപ്പ്, ടി ജോമെട്രി വരത്തില്ല. മനസ്സിലായി? ജോമെട്രി വരുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ പോലെ ട്രൈഗോണൽ ബൈപിരമിഡലായി മാറും, അല്ല ട്രൈഗോണൽ പിരമിഡലായിട്ട് മാറും. ടി ഷേപ്പ് പറയുകയാണെങ്കിൽ ടി ഷേപ്പ് വരും, പക്ഷെ ജോമെട്രി വരുവാണെങ്കിൽ അത് എന്താ? ബൈപിരമിഡല്ല, പിരമിഡലാണ്. ട്രൈഗോണൽ പിരമിഡല. അത് നമുക്ക് പറഞ്ഞത് അടുത്ത ക്ലാസ് പറഞ്ഞുതരാം. തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ. നമുക്കൊരു 2 ക്ലാസ്സും കൂടെ വേണം ഇത് തീർക്കാനായിട്ട്.